എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ വളരെയധികം റൊമാൻറ്റിക്കായിട്ട് തോന്നുന്ന, അതുമല്ലെങ്കിൽ പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകൾ പ്രതീക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന രീതിയിലുള്ള 7 റൊമാൻറ്റിക്കായിട്ടുള്ള പ്രവൃത്തികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത്തരം പ്രവൃത്തികൾ പുരുഷന്മാർ ചെയ്യുകയാണ്, അത് സ്ത്രീകൾ വളരെയധികം ആസ്വദിക്കും, അല്ലെങ്കിൽ അത് സ്ത്രീകൾ വളരെയധികം പുരുഷനിൽ നിന്ന് കൊതിക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ കാണിക്കുന്ന പുരുഷനിൽ സ്ത്രീകൾ തീർച്ചയായിട്ടും അഡിക്റ്റഡ് ആയി പോകും. വളരെ വലിയൊരു ഇമോഷണൽ ഇൻറ്റിമസിയും ബോണ്ടും ഒക്കെ ആ പുരുഷനോട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് കുടുംബജീവിതം നയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണ്. അപ്പോൾ ഭർത്താക്കന്മാർ ഈ രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം വളരെ സ്വർഗ്ഗതുല്യമായി തീരുന്നതുമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ 100% ഒറിജിനലായിട്ടുള്ള തേനും 100% ഒറിജിനലായിട്ടുള്ള കറിമഞ്ഞൾപ്പൊടി, 100% ഒറിജിനലായിട്ടുള്ള കസ്തൂരി മഞ്ഞൾപ്പൊടിയൊക്കെ വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമതായിട്ട് ട്രീറ്റ് ഹെയർ ലൈക്ക് എ ചൈൽഡ് എന്നുള്ളതാണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു സ്ത്രീയെ ഒരു കൊച്ചു പെൺകുട്ടിയെ പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവൾ സ്നേഹിക്കുന്ന പുരുഷൻ അല്ലെ അവളുടെ ഭർത്താവ് അവളെ ഒരു കൊച്ചു കുട്ടിയെ പോലെ അല്ലെ അയാളുടെ ഒരു മോളെ പോലെ പരിഗണിക്കുകയും ലാളിക്കുകയും സ്നേഹിക്കുകയും അല്ലെ കൊഞ്ചിക്കുകയും അല്ലെ ആ രീതിയിൽ അത്രയ്ക്ക് സോഫ്റ്റായിട്ട് പെരുമാറുകയും ചെയ്യുന്നതാണ് സ്ത്രീകൾക്ക് ഭയങ്കര അധികം ഇഷ്ടം. ഇപ്പോൾ നിങ്ങളുടെ ഭാര്യ ആയിക്കോട്ടെ, ആ ഒരു ഭാര്യയെ ഒരു കൊച്ചു കുട്ടിയെ പോലെ ഒന്ന് ട്രീറ്റ് ചെയ്ത് നോക്കി, അവൾ എന്തുമാത്രം അത് എൻജോയ് ചെയ്യുമെന്നറിയാമോ? ആ ഒരു മോളെ എന്ന് വിളിച്ച് കേൾക്കാനൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അല്ലെങ്കിൽ ആ രീതിയിൽ താൻ സ്നേഹിക്കുന്ന പുരുഷൻ തൻ്റെ മുമ്പിൽ ഒരു അച്ഛൻ്റെ സ്നേഹവും അല്ലെങ്കിൽ ഒരു കാമുകൻ്റെ സ്നേഹവും ഒരു ഭർത്താവിൻ്റെ സ്നേഹവും എല്ലാം ഈ ഒരു സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഭർത്താവ് തനിക്ക് തരണം എന്നാണ് ആ പെൺകുട്ടിയെ ആഗ്രഹിക്കുക. അപ്പോൾ അവൻ്റെ മുമ്പിൽ ഒരു കൊച്ചു കുട്ടിയെ പോലെ ബിഹേവ് ചെയ്യാൻ, അപ്പോഴാണ് അവൾക്ക് ആ ഒരു റൊമാൻസ് ഫുള്ള് വരുന്നത്. ഇത് വളരെ റൊമാൻറ്റിക്കായിട്ട് തന്നെ അവൾക്ക് തോന്നുന്ന ഒരു പ്രവൃത്തിയാണ്, അവളെ ഇങ്ങനെ ഒരു കുട്ടിയെ പോലെ പരിഗണിക്കുക എന്നുള്ളത്. നമ്മൾ അവളെ ആ ഒരു കൊച്ചു കുട്ടിയെ പോലെ ട്രീറ്റ് ചെയ്താലേ അവൾക്ക് ആ ഒരു രീതിയിൽ കുട്ടിക്കളിയും കുസൃതിയും കൊഞ്ചലും ഒക്കെ ആയിട്ട് ആ ഒരു ഭർത്താവിൻ്റെ മുമ്പിൽ ശരിക്കും ഒരു ബയോളജിക്കൽ ഒരു സബ്മിസീവ്നെസ് ഒക്കെ കാണിച്ചുകൊണ്ട് അത്ര ക്യൂട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ക്യൂട്ട്നെസ് നിറഞ്ഞ് തുളുമ്പുന്ന രീതിയിൽ പുരുഷന്മാർക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നുന്ന രീതിയിൽ പ്രത്യക്ഷപ്പെടാൻ ആ ഒരു സ്ത്രീക്ക് സാധിക്കണമെങ്കിൽ അവളുടെ ഭർത്താവ് അവളെ ആ രീതിയിൽ ഒരു കുട്ടിയായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട് സർപ്രൈസ് ഹെയർ വിത്ത് ഫുഡ് ആൻഡ് സ്നാക്സ് എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ് നല്ല ഫുഡ് കിട്ടുക എന്നുള്ളത്. അതുപോലെ തന്നെ നല്ല സ്നാക്സ്, അതുപോലെ തന്നെ ചോക്ലേറ്റ്സ്, ഐസ്ക്രീംസ്, ഇതിനൊക്കെ സ്ത്രീകൾക്ക് ഭയങ്കര അധികം ക്രേവിങ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് എത്ര പ്രായമാണെങ്കിലും അവരൊരു കൊച്ചു കുട്ടിയെ പോലെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം തിന്നുന്നത്, ചോക്ലേറ്റ് തിന്നുന്നത്, നല്ല പലഹാരങ്ങൾ തിന്നുന്നത്, അല്ലെങ്കിൽ നല്ല ഫുഡ് കിട്ടുന്നത്. അപ്പോൾ എപ്പോഴും അവർ തന്നെയാണല്ലോ ഈ കിച്ചണിൽ കിടന്ന് ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അവരുണ്ടാക്കുന്ന ഫുഡല്ലാതെ പുറത്ത് പോയി ഇപ്പോൾ അവർക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നല്ല ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന അവർക്കൊരു സ്വർഗ്ഗം കിട്ടിയ പോലെയാണ്. അതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ താൻ സ്നേഹിക്കുന്ന പുരുഷൻ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് അവളിങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഇന്ന് എനിക്ക് എന്താണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. അപ്പോൾ അവൾക്ക് ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് തോന്നുന്നൊരു കാര്യമാണ് ഈ ഭർത്താവ് വരുമ്പോഴൊക്കെ അവൾക്ക് എന്തെങ്കിലുമൊക്കെ കൈ നിറയെ സ്വീറ്റ്സോ അല്ലെങ്കിൽ നല്ല ചോക്ലേറ്റ്സോ ഐസ്ക്രീമോ അല്ലെങ്കിൽ അവളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫുഡോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് സ്പെഷ്യലായിട്ട് അവൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അവൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ അവളെ ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവളൊരു പക്ഷേ എപ്പോഴും നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും, പക്ഷേ പലരും കൊണ്ടുപോകത്തില്ല. പക്ഷേ അവൾക്ക് ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് തോന്നുന്നു, നിങ്ങളിൽ അവരെ അഡിക്റ്റഡ് ആയിട്ട് മാറും എന്നുള്ളതാണ്. തന്നെയല്ല അതുകൊണ്ടാണ് ഈ സ്ത്രീകൾക്ക് ഈ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. അതൊക്കെ അവർക്ക് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ഫീലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫുഡിൻ്റെ മേഖലയിലും ഈ രീതിയിൽ ഭയങ്കരമായിട്ട് നമുക്ക് റൊമാൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നല്ല കൈപ്പുണ്യമുള്ള പുരുഷന്മാരാണെങ്കിൽ റെസ്റ്റോറൻറ്റിലൊക്കെ കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ ഇടയ്ക്ക് പുരുഷന്മാർക്കും കുക്ക് ചെയ്ത് ആ സ്ത്രീക്ക് കൊടുക്കാം. അപ്പോൾ അതും വളരെയധികം റൊമാൻറ്റിക് ആയിട്ട് ആ സ്ത്രീകൾക്ക് തോന്നും എന്നുള്ളതാണ്. ഇനി മൂന്നാമതായിട്ട് സെക്സിന് വേണ്ടിയിട്ടല്ലാതെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ക്വാളിറ്റി ടൈം ഈ ഭാര്യയോടുകൂടി അല്ലെങ്കിൽ ആ സ്നേഹിക്കുന്ന പെൺകുട്ടിയോടുകൂടി പങ്കുവെക്കുക എന്നുള്ളതാണ്. കാരണം പലപ്പോഴും പുരുഷന്മാർ സ്ത്രീയെ അപ്രോച്ച് ചെയ്യുന്നു, ഇപ്പോൾ ഭാര്യയൊക്കെ പലപ്പോഴും ഭർത്താവ് അപ്രോച്ച് ചെയ്യുന്നത് അവളുടെ കൂട്ടത്തിലിരിക്കുന്നത് എന്തിനാ, സെക്സിന് വേണ്ടിയിട്ട് മാത്രമാണ്. സെക്സ് കഴിഞ്ഞ് അവരവരുടെ കാര്യം നോക്കി പോകുന്നു എന്നുള്ളതല്ലാതെ ആ ഒരു സ്ത്രീയുടെ കൂട്ടത്തിൽ ഒരു രീതിയിലും ക്വാളിറ്റി ടൈം പല ഭർത്താക്കന്മാർ സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ സ്ത്രീകൾക്ക് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് തോന്നുന്നത് ഈ സെക്സ് അല്ല, സെക്സിനെ കഴിഞ്ഞും അവർ ആഗ്രഹിക്കുന്നത് അവരുടെ കൂട്ടത്തിൽ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റി ടൈമാണ് അവർക്ക് ഭയങ്കര റൊമാൻറ്റിക് ഫീൽ കൊടുക്കുന്നത്. അതാണ് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കൊടുക്കുന്നത്. അതാണ് ഇവരുടെ കിനാവിലും കനവിലും സ്വപ്നങ്ങളിലും മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു റൊമാൻറ്റിക് ക്വാളിറ്റി ടൈമാണ് സ്ത്രീകൾ ശരിക്കും ആഗ്രഹിക്കുന്നത്, അല്ലാതെ വെറും സെക്സ് മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഈ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ്, ഇവളെ ഇടയ്ക്ക് ഷോപ്പിങ്ങിന് കൊണ്ടുപോകണം. ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്നതൊക്കെ സ്ത്രീകൾക്ക് ഭയങ്കര അധികം ഇഷ്ടമാണ്. അല്ലെങ്കിൽ ബീച്ചിലൊക്കെ ഒന്ന് കൊണ്ടുപോവുക, ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോവുക, സിനിമയ്ക്കൊക്കെ ഒന്ന് കൊണ്ടുപോവുക. അപ്പോൾ ആ രീതിയിൽ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത് ക്വാളിറ്റി ടൈം അവളുടെ കൂട്ടത്തിലായിരിക്കുന്നു, അവളോട് പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നു, റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കൊച്ചു കൊച്ചു കഥകളോ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞ് അങ്ങനെ കൊച്ചു വർത്താനം പറഞ്ഞ് വലിയ വലിയ
കാര്യങ്ങൾ പറയാതെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് അവൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ രീതിയിൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് സ്ത്രീകൾക്ക് വളരെയധികം ഇഷ്ടമാണെന്നുള്ളതാണ്. ഇനി നാലാമായിട്ട് ഭാര്യമാരായിട്ടുള്ള സ്ത്രീകളൊക്കെ ഭർത്താവിൽ നിന്നും വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള പ്രവൃത്തിയാണ് കോൺസ്റ്റൻറ്റ് ഫിസിക്കൽ ടച്ച്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ഭാര്യയെ ഒന്ന് സ്പർശിച്ചു കൊണ്ടിരിക്കുക സ്നേഹപൂർവ്വം. അത് അവർക്ക് വളരെ റൊമാൻറ്റിക് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കിച്ചണിലൊക്കെ ഭാര്യ നിന്ന് ജോലി ചെയ്യുമ്പോൾ പുറകിൽ നിന്ന് ചെന്നിട്ട് ഒരു ഹഗ് കൊടുക്കുന്നത് സ്ത്രീകൾ വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പബ്ലിക്കായിട്ട് ഉള്ള പ്ലേസുകളിലൊക്കെ വെച്ച് കൈ പിടിച്ച് നടക്കുന്നത്, ഇപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കൈ പിടിച്ച് നടക്കുക, റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ കൈ പിടിച്ച് നടക്കുക, നമ്മൾ വല്ല പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോകുമ്പോൾ കൈ പിടിച്ച് നടക്കുക. ഇപ്പോൾ ചിലവരൊക്കെ ഷോൾഡർ ഇങ്ങനെ കൊരുത്തിയിട്ട് ഇങ്ങനെ എൽബോ ക്രോസ് ചെയ്ത് ആ രീതിയിലൊക്കെ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഭാര്യമാർ നടക്കാറുണ്ട്. അപ്പോൾ അത് സ്ത്രീകൾക്ക് വളരെയധികം ഇഷ്ടമാണ്. ആ ഒരു കോൺസ്റ്റൻറ്റ് ടച്ചിലൂടെ അവർക്ക് ആ ഒരു ഈ ഭർത്താവ് എന്നെ എപ്പോഴും സ്നേഹിക്കുന്നുണ്ട്, ഞാൻ വളരെയധികം പ്രിയപ്പെട്ടവളാണ് ഈ ഭർത്താവിന് എന്നുള്ളൊരു റീഅഷുറൻസ് കിട്ടുവാണ്. അപ്പോൾ ആ ഒരു ഭയങ്കര ഒരു ഭർത്താവിൽ നിന്നുള്ള വലിയൊരു അംഗീകാരമായിട്ടാണ് തോന്നുന്നത്. അത് തന്നെയല്ലേ ഈ പബ്ലിക്കായിട്ട് കൈപിടിച്ചൊക്കെ നടക്കുമ്പോൾ ഭർത്താവ് എന്നെ ലോകത്തിന് മുഴുവന് മുമ്പിൽ ഇതെൻ്റെ ഭാര്യയാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ ഒരു ഫീല് തന്നെ എല്ലാവരുടെ മുമ്പിലും അഭിമാനപൂർവ്വം ഈ ഭർത്താവ് ഏറ്റുപറയുന്നു എന്നുള്ളൊരു ഫീലാണ് ആ സ്ത്രീക്ക് കിട്ടുക. അപ്പോൾ അത് ആ സ്ത്രീക്ക് വളരെയധികം ആത്മാഭിമാനം ഉണർത്തുന്ന നിമിഷമാണ്, വളരെയധികം റൊമാൻറ്റിക്കായിട്ട് തോന്നുന്ന, ആ ഒരു പുരുഷനോട് തന്നെ വളരെയധികം അഡിക്ഷൻ തോന്നുന്നത്, തൻ്റെ ഭർത്താവിനെ അവൾ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന ഒരു നിമിഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭർത്താവിൽ വളരെയധികം ഇമോഷണൽ ബോണ്ടും ഇൻറ്റിമസിയും അറ്റാച്ച്മെൻറ്റും ഒരു അഡിക്ഷനും ഒക്കെ ആ ഒരു സ്ത്രീക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി അഞ്ചാമായിട്ട്, ഏത് സാഹചര്യത്തിലും ആ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ അല്ലെ സ്വന്തം ഭാര്യയെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും പല പുരുഷന്മാരും എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ ഈ സ്ത്രീയെ അങ്ങ് കൈയൊഴിയും, നൈസായിട്ട് കൈയൊഴിഞ്ഞ് അവരങ്ങ് പോവും. ബാക്കി എല്ലാവരും അറ്റാക്ക് ചെയ്യുമ്പോഴും ഒരു രീതിയിലും പ്രൊട്ടക്റ്റ് ചെയ്യാനോ ഡിഫെൻഡ് ചെയ്യാനോ സംരക്ഷിക്കാനോ പുരുഷന്മാർ തയ്യാറാവത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ആ സ്ത്രീ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് കരുതുക. അപ്പോൾ ആ പോസ്റ്റിന് എന്തെങ്കിലും ഒരു വിമർശനം വരുമ്പോൾ പലപ്പോഴും കൂടെയുള്ള പുരുഷൻ പറയുന്നത് നിന്നോട് ആരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു പോസ്റ്റ് ഇടാൻ പറഞ്ഞ് അതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ ആ സ്ത്രീ എന്തെങ്കിലും നല്ല രീതിയിൽ ഡ്രസ്സ് ധരിച്ചൊന്ന് പുറത്ത് പോകുമ്പോൾ ആരെങ്കിലും ഒരു കമൻറ്റ് പറയുമ്പോൾ ചില ഭർത്താക്കന്മാർ പറയും അവർ കമൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഈ സ്ത്രീ എങ്ങാനും പരാതി പറഞ്ഞു ചില ഭർത്താക്കന്മാർ പറയും അതിനിപ്പോൾ തന്നെ അവരിങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് നീ ആ രീതിയിൽ ഉടുത്തൊരുങ്ങി നടന്നിട്ടല്ലേ, അപ്പോൾ അവരെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഉടുത്തൊരുങ്ങി നടക്കാൻ പോയിണ്ടല്ലോ, അപ്പോൾ നിൻ്റെ കയ്യിലെ കുറ്റമാണ് എന്ന് പറഞ്ഞിട്ട് അവളെ ആയിരിക്കും കുറ്റപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ വീട്ടുകാരുടെ മുമ്പിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉടനെ ആ ഒരു സ്ത്രീയെ ആയിരിക്കും പലപ്പോഴും കുറ്റപ്പെടുത്തുക. പക്ഷേ ഒരു സ്ത്രീ എപ്പോഴും ആഗ്രഹിക്കുന്ന, അവർക്ക് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് തോന്നുന്നൊരു കാര്യം, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ പുരുഷൻ അത് ഏറ്റെടുക്കുകയും അവളെ എല്ലാ രീതിയിലും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഡിഫെൻഡ് ചെയ്യുകയും അവളെ എല്ലാവരിൽ നിന്നും സംരക്ഷിച്ച് പൊതിഞ്ഞു പിടിക്കുകയും ചെയ്യുന്നതാണ് സ്ത്രീക്ക് വളരെയധികം റൊമാൻറ്റിക് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം. ഇപ്പോൾ അവൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റോ വീഡിയോ എന്തെങ്കിലും ഇടുന്നു, അപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് വരുന്നു, ഉടനെ ആ സ്ത്രീയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അത് സാരമില്ല നീ ധൈര്യമായിട്ട് വീഡിയോ ഇട്ടോ, അല്ലെങ്കിൽ നീ ധൈര്യമായിട്ട് നിൻ്റെ കണ്ടൻറ്റൊക്കെ പ്രസൻറ്റ് ചെയ്തോ, ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞവർ പറഞ്ഞോട്ടെ അതൊന്നും നീ മൈൻഡ് ആക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്യുക, ആ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഡിഫെൻഡ് ചെയ്യുകയും എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും ആ പുരുഷനും കൂടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അതിൽ നിന്ന് അവളെ രക്ഷിക്കാനും അതിന് ആ പ്രശ്നം സോൾവ് ചെയ്യാനും ശ്രമിക്കുമ്പോഴാണ് ആ സ്ത്രീക്ക് അവനെ ശരിക്കും ഒരു ഹീറോ ആയിട്ട് തോന്നുക. അപ്പോൾ അവനോട് ഭയങ്കര അഡിക്ഷൻ തോന്നും, ഭയങ്കര ഒരു റെസ്പെക്റ്റ് തോന്നും. ഇയാൾ കൊള്ളാലോ, ഇദ്ദേഹം കൊള്ളാലോ, അങ്ങനെ ഭയങ്കര ഒരു മനസ്സിൽ ഭയങ്കര ഒരു മതിപ്പ് നിങ്ങളെപ്പറ്റി തോന്നുകയും നിങ്ങളിൽ അഡിക്റ്റഡായി മാറുകയും ചെയ്യും എന്നുള്ളതാണ്. കാരണം എല്ലായിടത്തു നിന്നും ഡിഫെൻഡ് ചെയ്യുന്ന എൻ്റെ ഹീറോയാണ് ഈ മനുഷ്യൻ എന്ന ആ ഒരു പെൺകുട്ടിക്ക് ബോധ്യപ്പെടും. ഇനി ആറാമായിട്ട്, അവൾക്ക് സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളൊക്കെ ഓർത്ത് വെച്ച് അത് സെലിബ്രേറ്റ് ചെയ്യാൻ മുൻകൈ എടുക്കുക, അത് സെലിബ്രേറ്റ് ചെയ്യുക, അന്നേ ദിവസം അവൾക്ക് സ്പെഷ്യലായിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. ആ സ്ത്രീകൾ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. ഇപ്പോൾ അവളുടെ ജന്മദിനം ആയിക്കോട്ടെ, കറക്റ്റ് പാതിരാത്രി 12 മണിക്ക് തന്നെ അവളെ വിളിച്ച് വിഷ് ചെയ്യുക, അതിനവൾക്ക് നല്ലൊരു സർപ്രൈസിങ് ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അവളുടെ ഏതൊക്കെ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ആ ഡേറ്റുകളൊക്കെ നിങ്ങൾ അവളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഡേറ്റൊക്കെ ഓർത്തിരിക്കണം, അവളുടേതായിട്ടുള്ള കൊച്ചു കൊച്ചു ഡീറ്റെയിൽസ് വരെ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ അവളുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണം. അവൾക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല, നിങ്ങളുടെ അടുത്ത് നിന്ന് കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും അവൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ആണുങ്ങൾ ഓർക്കും ഇതൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ അവൾ വെറുതെ പറയുന്നതായിരിക്കും. പക്ഷേ അങ്ങനെയല്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അവളെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്തു തരണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവൾക്ക് ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ അവൾക്ക് ചെയ്തു കൊടുക്കുക, അവളുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുക. അപ്പോൾ അവൾ നിങ്ങളെ ഒരു റിയൽ ഹീറോ ആയിട്ട് കാണും, അവളുടെ പുരുഷനായിട്ട് നിങ്ങൾ എപ്പോഴും കാണും. അപ്പോൾ നിങ്ങൾ അവളുടെ ഭർത്താവാണെങ്കിൽ നിങ്ങളെ ഒരു ദൈവതുല്യം അവൾ പരിഗണിച്ച് അത്രയ്ക്ക് ഹൃദയം തന്ന് സ്നേഹിക്കും, നിങ്ങളിൽ അഡിക്റ്റ് ആവും എന്നുള്ളതാണ്. ഇനി ഏഴാമായിട്ട്, അവളുടെ റിയൽ സെൽഫിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്പേസും ടൈമും അവൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവൾക്ക് ആവശ്യമായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യം കൊടുത്തേക്കുക. അവൾക്ക് അവളുടേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ടായിരിക്കും, ആഗ്രഹങ്ങളുണ്ടായിരിക്കും, അതൊക്കെ നേടിയെടുക്കാനായിട്ട് അവളെ സപ്പോർട്ട് ചെയ്യുകയും അതിനുള്ള സ്വാതന്ത്ര്യം
അവൾക്ക് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ അവൾക്ക് തന്നെ ഇപ്പോൾ പ്രൊഫഷൻ സംബന്ധിച്ചാണെങ്കിലും അവൾക്ക് പല ആഗ്രഹങ്ങളുണ്ടായിരിക്കും, അവളുടെ ഭാവി എന്തായിത്തീരണം. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്യാനൊക്കെ അവളെ കൂടെ നിന്ന് സഹായിക്കുക, എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കൊടുക്കുക. പിന്നെ അവൾക്ക് അവളെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ, അവൾക്ക് നിങ്ങളോടെല്ലാം തുറന്നു പറയാൻ സാധിക്കണം. അവളുടെ മനസ്സിലുള്ളതൊക്കെ ഒന്നും ഒളിച്ചു വെക്കാതെ പറയാൻ സാധിക്കുന്നിടത്താണ് ബന്ധം ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആവുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു ബ്ലോക്കും വരാനായിട്ട് പാടില്ല. അപ്പോൾ അങ്ങനെ നിങ്ങളോടെല്ലാം തുറന്നു പറയാൻ ആ സ്ത്രീക്ക് പറ്റണമെങ്കിൽ നിങ്ങൾ എന്ത് കേട്ടാലും അനാവശ്യമായിട്ട് ഇങ്ങനെ പ്രതികരിക്കുന്ന ആളാവരുത്. അവൾ കേൾക്കുന്നതെല്ലാം വളരെ ക്ഷമയോടുകൂടി കേട്ടിരുന്ന് സപ്പോർട്ടീവായിട്ട് കേട്ടിരിക്കണം. വെറുതെ കേട്ടിരുന്നാൽ പോരാ, അവൾ പറയുന്നതൊക്കെ അവളെ സപ്പോർട്ട് ചെയ്ത് കൊടുത്ത്, ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ശരിയായ രീതിയിൽ കറക്റ്റ് ചെയ്യാണ്ടെങ്കിൽ അതും വളരെ സ്നേഹപൂർവ്വം കറക്റ്റ് ചെയ്ത് കൊടുത്ത്, എന്ത് പറഞ്ഞാലും നിങ്ങളത് വളരെ കൃത്യമായിട്ട് നിങ്ങളത് ചെയ്യേണ്ട പോലെ അവൾക്ക് ചെയ്തു കൊടുക്കും. അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് അവൾക്ക് ഗൈഡ് ചെയ്യേണ്ട പോലെ ഗൈഡ് ചെയ്തു കൊടുക്കും. എല്ലാം അവൾ പറയുന്ന ആ കറക്റ്റായിട്ടുള്ള സെൻസിൽ നിങ്ങൾ എടുക്കത്തുള്ളൂ, ഒന്നും തെറ്റിദ്ധരിക്കത്തില്ല, എല്ലാത്തിനും അവളെ സപ്പോർട്ട് ചെയ്യും, ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു ബോധ്യം അവൾക്ക് ഉണ്ടെങ്കിൽ അവൾക്ക് മനസ്സിൽ എന്തുണ്ടെങ്കിലും അവൾ നിങ്ങളോട് തുറന്നു പറയും. അപ്പം അങ്ങനെ എന്തും തുറന്നു പറഞ്ഞ് ഷെയർ ചെയ്യാൻ പറ്റുന്ന അത്രയും ഫ്രീഡം വരുമ്പോഴാണ് അവൾക്ക് നിങ്ങളോട് ഭയങ്കര അധികം ഇമോഷണൽ ആയിട്ടുള്ളൊരു ബോണ്ട് വരിക. പിന്നെ അവളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അവൾ നിങ്ങളോട് പറയും, ഒന്നും നിങ്ങളുടെ അടുത്ത് നിന്ന് ഒളിച്ചു വെക്കത്തില്ല. അപ്പോൾ അത് ഈ താൻ പറയണൊക്കെ കേട്ടിരിക്കുന്ന, ജഡ്ജ് ചെയ്യാതെ കേട്ടിരിക്കുക, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പുരുഷൻ്റെ ആ ഒരു പ്രവൃത്തി വളരെ റൊമാൻറ്റിക് ആയിട്ടാണ് അവൾക്ക് തോന്നുക. എല്ലാ ഭാര്യമാരും ഒന്ന് ആഗ്രഹിക്കുന്നതാണ്, ഞാൻ പറയുന്ന എൻ്റെ ഭർത്താവ് ഒന്ന് കേട്ടിരുന്നെങ്കിൽ. അങ്ങനെ കേട്ടിരിക്കാൻ ഇപ്പോൾ ഒരു ഭർത്താവ് ഇല്ല എന്നുള്ളതാണ് പല സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു വിഷമം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവരെ ജഡ്ജ് ചെയ്യാതെ കേട്ടിരിക്കുക, അവരെ അവരായിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്യാൻ അനുവദിക്കുക. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഹോബീസൊക്കെ ഉണ്ടായിരിക്കുക, അതൊക്കെ ചെയ്യാൻ അവരെ അനുവദിക്കുക, അവരുടെ എൻ്റർടൈൻമെൻറ്റ്സിനൊക്കെ അവർക്ക് സമയം കൊടുക്കുക എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. നന്ദി.